ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു നാടൻ തിലോപ്പിയ പൊളിച്ചെടുത്താലോ? നാട്ടുംപുറം സ്റ്റൈലിൽ. അപ്പോൾ നമ്മുടെ സ്വന്തം ഫിഷ് ഫാമിന് വെള്ളം വറ്റിച്ചിട്ട് മീനൊക്കെ പിടിച്ച് വേറെ ടാങ്കിലേക്ക് മാറ്റുന്ന സമയത്ത് നല്ല വലിപ്പമുള്ള 2 തിലോപ്പിയ, ഞങ്ങളുടെ അവിടെ പാലക്കാട് ജിലേബി എന്നൊക്കെ പറയും, തിലോപ്പിയ 2 എണ്ണം മാറ്റി വെച്ചിട്ട് നമുക്ക് പൊള്ളിച്ചെടുക്കാം ഒരു നാടൻ ശൈലി. അപ്പോൾ നമുക്ക് തിലോപ്പിയ നന്നാക്കി എടുക്കാം. കുറേ എണ്ണം നന്നാക്കുന്നുണ്ട്. ഇതിൽ സെലക്ട് ചെയ്ത 2 നല്ല വലിപ്പമുള്ള ഒരു തിലോപ്പിയ ഏകദേശം 800 ഗ്രാമിന് മേലെ ഉണ്ടായിരുന്നു. അപ്പം അത്രയും വലിപ്പമുള്ള 2 തിലോപ്പിയാണ് നമ്മൾ പൊള്ളിക്കാൻ പോകുന്നത്. അതിനിടയ്ക്ക് അനിയത്തി കുറച്ച് തിലോപ്പിയ എടുത്ത് സാധാരണ വറക്കും പോലെ വറുത്തു. അപ്പോൾ നമുക്ക് അറിയണം, അതാ നമ്മുടെ വലിയ തിലോപ്പിയ. നമ്മുടെ അച്ചുമോനാണ് ക്ലീനിങ്. എല്ലാവരും കൂടെ ചെയ്യുകയാണേ. നല്ലൊരു എന്താ പറയുക, ഹോംലി അറ്റ്മോസ്ഫിയറിൽ എല്ലാവരും കൂടെ കൂടിയപ്പം ഞങ്ങളെല്ലാവരും കൂടെ പൊള്ളിക്കാം എന്ന് തീരുമാനിച്ചു. ആ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. നമ്മൾ തിലോപ്പിയ നന്നായിട്ട് വൃത്തിയാക്കിയ ശേഷം ചെളുക്കെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് വരഞ്ഞെടുക്കുക. നല്ല വലുപ്പവും ഏകദേശം ഒരു 2.5 വർഷത്തെ പഴക്കം, 2.5-3 വർഷത്തോളം വളർത്തിയ മീനുകളാണ്. അപ്പോൾ നമുക്ക് പൊള്ളിക്കാനുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞെടുക്കാം. പിന്നെ അരപ്പ് എന്ന് പറയുന്നത് ഇഞ്ചി വെളുത്തുള്ളി 2 കൂടെ ചതച്ചതാണ്. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി അതും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തിട്ട് നമുക്ക് ആ മിക്സ് ഈ മീനിലേക്ക്, നന്നായി വൃത്തിയാക്കി വരഞ്ഞു വെച്ചിരിക്കുന്ന മീനിലേക്ക് നമുക്ക് തേച്ച് കൊടുക്കണം. എന്നിട്ട് കുറച്ച് നേരം എടുത്ത് വെക്കണം. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ട് മയപ്പെടുത്തിയെടുത്ത് ഈ പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം എല്ലാം ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ആ ഓട്ടയിലൊക്കെ ഉള്ളിലേക്ക് തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം നമുക്ക് വറുത്തെടുക്കാം. അതിനു മുമ്പ് നമുക്ക് പൊള്ളിച്ചെടുക്കാനുള്ള ഐറ്റംസ്, അതായത് തക്കാളി, ഉള്ളി, പച്ചമുളക് എന്നിവയെല്ലാം നന്നായിട്ട് വാട്ടിയെടുക്കണം. കുറച്ച് പെപ്പറും തൂവി നമുക്ക് ഇത് വറുത്തെടുക്കാം. ആദ്യം കുറച്ച് നേരം മാറ്റി വെച്ചതിന് ശേഷം ലാസ്റ്റ് വറുത്തെടുക്കാം. ഇനി നമുക്ക് മസാലക്കൂട്ട് തയ്യാറാക്കി എടുക്കാം. അതായത് ഉള്ളി, പച്ചമുളക്, തക്കാളി എന്നിവയെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലിട്ട് നമുക്ക് വറുത്തെടുക്കാം.
അപ്പോൾ നമ്മുടെ മസാലക്കൂട്ടുകൾ ഒരു സൈഡിൽ തയ്യാറാവട്ടെ. നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കൂടെ വറുത്തെടുക്കാം. അപ്പോൾ കുറച്ച് കറിവേപ്പില ഒരു പാനിൽ എണ്ണ ഒഴിച്ച ശേഷം കറിവേപ്പില നിരത്തി അതിൻ്റെ മേലേക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തിലോപ്പിയ അടുക്കി വയ്ക്കാം. ഒരു സൈഡ് വേകുമ്പോൾ മറിച്ചിട്ട് അടുത്ത സൈഡ് കൂടെ വേവിച്ചെടുക്കാം. പൊള്ളിക്കാനായി അനിയൻ്റെ വക ഒരു സ്പെഷ്യൽ രുചിക്കൂട്ടാണിത്. കുറച്ച് ക്യാരറ്റും കുറച്ച് പച്ചമുളകും നന്നായി ചീവി അതിലേക്ക് കുറച്ച് വിനേഗർ സൊർക്ക ഒഴിച്ച് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. അത് നമ്മൾ ഇലയിൽ മീൻ അടുക്കി വെക്കുന്ന സമയത്ത് മിക്സ് ചെയ്യാനുള്ള ഒരു രുചിക്കൂട്ടാണ്. ഒപ്പം കുറച്ച് പെപ്പറും കൂടെ അതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തക്കാളി, ഉള്ളി, പച്ചമുളക് എന്നിവ മിക്സ് ചെയ്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പം നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന രുചിക്കൂട്ടും സ്പെഷ്യൽ ടിപ്പും എല്ലാം കൂടെ ചേർത്തിരിക്കുന്ന മസാലക്കൂട്ട് നമ്മൾ ആദ്യം ഒരു ഇലയിലേക്ക്, വാട്ടിയ വാഴ ഇലയിലേക്ക് നിരത്തി വെച്ച ശേഷം അതിന് മുകളിലേക്ക് വറുത്ത മീനെടുത്ത് നിരത്തി വെച്ച ശേഷം വീണ്ടും ബാക്കിയുള്ള മസാലക്കൂട്ട് മീനിൻ്റെ മുകളിലെല്ലാം തടവി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇല മടക്കി കെട്ടി വറുത്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ തിലോപ്പിയ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മൂത്തായി നല്ല ടേസ്റ്റി ആയ തിലോപ്പിയ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ആർക്കെങ്കിലൊക്കെ തിലോപ്പിയ കിട്ടിയാൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്